ഹൈ ഡേയ്സ് ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കറ്റ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി ഏഷ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ജപ്പാൻ മാർക്കറ്റ് എല്ലാം തന്നെ 1990 ശേഷമുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് 34 വർഷത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ജർമ്മനിയിലെ ന്യൂ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. 15.2 ആണ്, അത് 12 ആണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ കൂടിയും പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. യു എസിൽ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. യു എസിലെ ഫെഡറൽ റിസർവ് ഗവർണർ ക്രിസ്റ്റഫർ വോളറിൻ്റെ സ്പീച്ച് ഉണ്ട്. വരും നാളുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ സംബന്ധിച്ചുള്ള സൂചനകൾ അദ്ദേഹം കൊടുക്കുമെന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ. മാർക്കറ്റിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ നിഫ്റ്റിയിൽ കാണാം. ഈ ഒരു ചാർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം സൈഡിൽ യെസ്റ്റർഡേ ലോ എന്ന് കാണാം. കൂടാതെ തന്നെ യെസ്റ്റർഡേ ഹൈയും കാണാം. ഇന്ന് കൃത്യമായിട്ട് യെസ്റ്റർഡേ ഹൈ റീടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ യെസ്റ്റർഡേ ലോ വീണ്ടും റീടെസ്റ്റ് ചെയ്തു. നിഫ്റ്റി 22,031 ക്ലോസ് ചെയ്തു. ഇൻട്രാഡേ വോളറ്റിലിറ്റി ഏകദേശം ഒരു 150 പോയിന്റ് ഉണ്ടായി. നിഫ്റ്റി 65 പോയിന്റ്, സെൻസെക്സ് 200 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 33 പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ BPCL, ടാറ്റ സ്റ്റീൽ, ടൈറ്റാൻ, ITC, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 3% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ഫാർമ സെക്ടറിലുള്ള ഡിവിസ് ലാബ്, IT കമ്പനിയായിട്ടുള്ള HCL ടെക്, മറ്റൊരു IT കമ്പനിയായിട്ടുള്ള വിപ്രോ, NTPC, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം തന്നെ 1.5 മുതൽ 2.5% പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നമുക്കിനി ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയുടെയും കൂടാതെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും കൂടാതെ ഗ്ലോബൽ മാർക്കറ്റും കൂടാതെ തന്നെ നമ്മളുടെ സ്റ്റോക്കുകളുടെ ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. കൊച്ചിയിൽ നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ബേസിക് ട്രെയിനിങ്ങും ആരംഭിച്ചു. കൂടാതെ തന്നെ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക്, ഓഫ്ലൈനിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും 1 വർഷത്തെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സംശയ നിവാരണം നടത്താനായിട്ടുള്ള അവസരമുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നിഫ്റ്റി സ്പോട്ട് 22,032, 22,050, അതായത് അറ്റ് ദ മണിയിൽ തന്നെ ചെറിയ രീതിയിലൊരു സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 22,000 മേജർ സപ്പോർട്ട്. അതിന് താഴെയുള്ള ഓരോ 50 പോയിന്റ് ഇൻ്റർവെല്ലുകളിലെല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ഒരു പ്രത്യേക ഡയറക്ഷൻ കാണുന്നില്ലെങ്കിൽ PCR 0.7 ആയതുകൊണ്ട് കോൾ സൈഡിൽ കൂടുതൽ കോൾ റൈറ്റിംഗ് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോഴും സമാനമായ അവസ്ഥയിൽ PCR 0.7 ആണ്. കോള് ഏകദേശം കൂടുതൽ റൈറ്റിംഗ് കാണുന്നുണ്ട്. പുട്ടിനേക്കാൾ കൂടുതൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ പൊസിഷൻ തന്നെയാണ് ആളുകൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഗോൾഡ് $17 ഇടിഞ്ഞ് $2,037. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82 രൂപ 93 പൈസ. ബ്രന്റ് ഓയിൽ 78.66. ഓസ്ട്രേലിയ റെഡിൽ 1% ഇടിഞ്ഞു. ചൈന ഫ്ലാറ്റ്. കൊറിയ 1% ഇടിഞ്ഞു. നിക്കി 200 പോയിന്റിലേറെ ഫോൾ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ റെഡിലാണ്. ബിറ്റ്കോയിൻ 42,942. ഇന്ത്യ വിക്സ് 1.5% ഇടിഞ്ഞ് 13.5. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. 126 പോയിന്റിൻ്റെ ഒരു ഫോള് കാണിക്കുന്നുണ്ട്. ഈ 4 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ FIS നെറ്റ് ബയേഴ്സ് ആയിരുന്നു. കൂടാതെ തന്നെ ഇന്നും FIS ഏകദേശം 656 രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട്. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും സെല്ല് ചെയ്തു. ഇന്നും ഒരു 300 കോടി രൂപക്ക് അവർ ഇന്നും സെല്ല് ചെയ്തിട്ടുണ്ട്. അവർ തുടർച്ചയായി 2 ദിവസമായിട്ട് FIS ബൈയിങ് മോഡലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നോക്കാം. ആദ്യമായിട്ട് L&T ടെക്നോളജി കമ്പനിയാണ്. ഇവർക്ക് L&T ടെക്നോളജിയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 13% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യാപിറ്റി ഗ്ലോബൽ കമ്പനി ഇൻഷുറൻസ് മേഖലയിലേക്ക് കമ്പനി വരികയാണ്. കമ്പനി ഇന്ന് 13% ഗെയിൻ രേഖപ്പെടുത്തി. പേടിഎം UBC എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം പേടിഎമ്മിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 26% പ്രൊജക്ഷനാണ് രേഖപ്പെടുത്തിയത്. NBCC കമ്പനിക്ക് 138 കോടി രൂപയുടെ ഓർഡർ.
ജാർഖണ്ഡ് ഡൽഹി കൺസ്ട്രക്ഷൻ വർക്കിൽ നിന്നും അവർക്കൊരു പുതിയ ഓർഡർ കിട്ടി. HDFC ബാങ്ക് കാത്തിരുന്ന റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റിൽ 33% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എല്ലാം തന്നെ മികച്ച രീതിയിലുള്ള റിസൾട്ട് HDFC ബാങ്ക് കൊണ്ടുവന്നു. ഫെഡറൽ ബാങ്ക് റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 25% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 1007 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ 806 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ITC JQG എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, US കേന്ദ്രമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, അദാനി സ്റ്റോക്കുകളെല്ലാം തന്നെ ശക്തമായി നിക്ഷേപം നടത്തിയ കമ്പനി. ITCയിൽ ഏകദേശം $2 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. LIC 52 വീക്ക് ലോ ഉള്ളത് LICയുടെ 530 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് പ്രൈസായ 867 രൂപയിലേക്ക് LIC തിരികെ എത്തി എന്നുള്ളതാണ് വളരെ LICനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്. കൂടാതെ തന്നെ കഴിഞ്ഞ ഏതാനും 6 മാസം കൊണ്ട് 11% ഗെയിൻ തന്നെ LIC നൽകി. ഇൻഷുറൻസ് മേഖലയിൽ LIC ഏകദേശം 60% വിപണി പങ്കാളിത്തം ഇപ്പോഴും LICക്ക് ഉണ്ട്. യൂണിയൻ ബാങ്ക് PSU ബാങ്കായിട്ടുള്ള യൂണിയൻ ബാങ്ക് 1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് കരസ്ഥമാക്കുന്ന 4ാമത്തെ PSU സെക്ടറിലുള്ള ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ കമ്പനീസാണ് മറ്റുള്ള ഇത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസ്. ഏഞ്ചൽ വൺ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന കമ്പനിയായിരുന്നു ഏഞ്ചൽ വൺ. ഇയർ ഓൺ ഇയർ ബേസിൽ 15% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന കമ്പനി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 12% കുറവുണ്ടായതുകൊണ്ട് സ്റ്റോക്ക് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഫോള് കണ്ടു. 14% സ്റ്റോക്ക് ഏഞ്ചൽ വൺ ഇടിഞ്ഞു. L&T ഇവർക്കൊരു റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ ഓർഡർ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഓർഡർ കിട്ടി. ആസ്റ്റർ ഇന്ന് റാലി രേഖപ്പെടുത്തി. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 120 രൂപ ഡിവിഡൻഡ് കൊടുത്തേക്കാമെന്നുള്ള ന്യൂസാണ് ആസ്റ്ററിന് ഇന്ന് റാലി രേഖപ്പെടുത്താനായിട്ട് കാരണമായിട്ടുള്ളത്. ജിൻഡാൽ സ്റ്റോ നെറ്റ് പ്രോഫിറ്റ് ഇവരുടെ 214 കോടി രൂപയിൽ നിന്ന് 532 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി 47 കോടി രൂപയിൽ നിന്ന് 68 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തിയിട്ടുണ്ട്. RVNL കമ്പനി ഇവർ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുകയാണ്. ഇവർ സോളാർ പവർ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഇന്ത്യയിലും വിദേശത്തും ചെയ്യാനായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് RVNLനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ്. ഇനി വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസ് നാളെ രാവിലെ 7:30 നമ്മുടെ ചാനലുണ്ടാവും. കൂടാതെ തന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ FNO ബാൻ, റിസൾട്ട് കലണ്ടർ, ഇനി ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് മാത്രമല്ല, നമുക്ക് ആൻഡ്രോയിഡ് ആപ്പുകളും ഉണ്ട്. ആൻഡ്രോയിഡ് ആപ്പും വെബ്സൈറ്റും ഉപയോഗിക്കാം. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ഓൾ. എല്ലാവർക്കും ശുഭരാത്രി.